തമിഴ്നാട് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കും. ദേശീയ നേതാക്കൾ കൂടി എത്തിയതോടെ കളം നിറഞ്ഞിരിക്കുകയാണ്. DMK സഖ്യവും NDAയും TVKയും തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ്. ആന്റണി ജിസ്റ്റോർജുണ്ട് വിവരങ്ങളുമായി. ആന്റണി, എന്തായാലും തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം ഇന്ന് അവസാനിക്കുകയാണ്. അവസാനവട്ട ഒരുക്കത്തിൽ തന്നെയല്ലേ മുന്നണികൾ? പ്രചാരണം അതിന്റെ അവസാന മണിക്കൂറുകളിലേക്ക് കടക്കുകയാണ്. 6 മണിക്ക് വരെയാണ് പരസ്യ പ്രചാരണം നടക്കുക. അതിനുശേഷം നിശബ്ദ പ്രചാരണമാണ്. ഏതായാലും കേരളത്തിലേത് പോലെ വലിയ ആഘോഷങ്ങളൊന്നും നമ്മൾ ഇവിടെ കാണുന്ന പോലെയുള്ള കൊട്ടിക്കലാശമൊന്നും തമിഴ്നാട്ടിൽ ഇല്ല. പൊതുവെ റാലികൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ചില പരിപാടികൾ മാത്രമാണ് തമിഴ്നാട്ടിൽ ഉള്ളത്. പ്രത്യേകിച്ച് ഈ നേതാക്കൾ, അതായത് ഓരോ പാർട്ടിയുടെയും പ്രധാനപ്പെട്ട നേതാക്കൾ, ഇപ്പോൾ MK സ്റ്റാലിൻ, വിജയ് അടക്കമുള്ള നേതാക്കൾ റോഡ് ഷോ അടക്കമുള്ള പരിപാടികൾ നടത്തുന്നുണ്ട്. അതാണ് കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട അവരുടെ ഇന്നത്തെ ഒരു പരിപാടി എന്ന് പറയുന്നത്. രാവിലെ MK സ്റ്റാലിൻ ചെന്നൈയിൽ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിൽ ഒരു മോർണിംഗ് വോക്ക് നടത്തിയിരുന്നു. വോട്ടർമാരെ നേരിട്ട് കണ്ട് ഒരു ഡോർ ടു ഡോർ ക്യാമ്പയിൻ എന്ന നിലയിലാണ് അദ്ദേഹത്തിന്റെ പ്രചരണം രാവിലെ നടന്നത്. ഏതായാലും ഇനിയിപ്പോൾ അല്പസമയത്തിനകം തന്നെ റോഡ് ഷോയും അദ്ദേഹം നടത്തുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കുളത്തൂരിൽ അദ്ദേഹം മത്സരിക്കുന്ന മണ്ഡലത്തിലടക്കം കടന്നു പോകുന്ന നിലയിലാണ് ചെന്നൈയിൽ ഈ MK സ്റ്റാലിന്റെ റോഡ് ഷോ സജ്ജമാക്കിയിരിക്കുന്നത്. അത്തരത്തിൽ റോഡ് ഷോകൾ അടക്കം കൊണ്ടും അതുപോലെ തന്നെ ഈ മറ്റ് മണ്ഡലങ്ങളിലൊക്കെ സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരെ നേരിൽ കണ്ടുമൊക്കെ വോട്ട് ഉറപ്പിക്കാനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത്. ഏതായാലും പരസ്യ പ്രചാരണം അവസാനിക്കുമ്പോൾ വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് എല്ലാ മുന്നണികളും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. DMK സംബന്ധിച്ച് DMK ഒരു അധികാര തുടർച്ച തന്നെയാണ് ഇത്തവണ ലക്ഷ്യമിടുന്നത്. എല്ലാ പ്രധാനപ്പെട്ട കക്ഷികളെയും ഒപ്പം നിർത്തിക്കൊണ്ട് ഇത്തവണ തുടർഭരണം കിട്ടും എന്നുള്ളത് തന്നെയാണ് DMKയുടെ പ്രധാന പ്രതീക്ഷ എന്ന് പറയുന്നത്. അവർ മുന്നോട്ട് വെച്ച ക്ഷേമ പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ കേന്ദ്ര സർക്കാരിനെതിരായ വിമർശനങ്ങളൊക്കെ പ്രചരണ ആയുധമാക്കിയാണ് DMK ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുന്നതെങ്കിൽ BJPയുടെ പിന്തുണയോടെ AIADMK മുന്നണിയും ഇത്തവണ വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. നമുക്കറിയാവുന്ന പോലെ AIADMKയിൽ ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യം നമുക്കറിയാം. നിലവിൽ എടപ്പാടി പളനിസ്വാമി അടക്കം DMKയുടെ താവളത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. നിലവിൽ OPS മാത്രമാണ് അവിടെ AIADMKയ്ക്ക് വേണ്ടി ഉള്ളത്. ഏതായാലും അവരും വലിയ പ്രതീക്ഷയിൽ തന്നെയാണ്. BJP പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഒന്നിലേറെ തവണ തമിഴ്നാട്ടിൽ പ്രചരണത്തിനെത്തുന്ന കാഴ്ച നമ്മൾ കണ്ടു. അതുപോലെ തന്നെ അമിത്ഷാ അടക്കമുള്ള നേതാക്കളെ ഒക്കെ കളത്തിലിറക്കിക്കൊണ്ട് ശക്തമായ ഒരു മത്സരത്തിനാണ് AIADMKയും വേദി ഒരുക്കിയിരിക്കുന്നത്. ഏതായാലും എല്ലാവരും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെ പോകുമ്പോൾ ഇത്തവണ കന്നി അംഗത്തിനിറങ്ങുന്ന TVKയും ഒരു പ്രധാനപ്പെട്ട ഒരു കക്ഷി തന്നെയായി മാറുകയാണ്. വിജയ് തന്നെയാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഘടകം എന്ന് പറയുന്നത്. ഏതായാലും പക്ഷേ TVKയ്ക്ക് വലിയ ചലനങ്ങളൊന്നും ഉണ്ടാക്കാൻ കഴിയില്ല എന്നുള്ള ഒരു കാര്യമാണ് എല്ലാ സ്ഥാനാർത്ഥികളും മുന്നണികളും ഒക്കെ പറയുന്നത്. പക്ഷേ വിജയ് പിടിക്കുന്ന വോട്ട് അത് പ്രധാനപ്പെട്ടതാണ്. അത് DMKയ്ക്ക് അനുകൂലമാകുമോ AIADMKയ്ക്ക് അനുകൂലമാകുമോ എന്നുള്ളതാണ് അറിയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത്. സ്വാഭാവികമായും വിജയ് വോട്ട് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ മത്സരത്തിലുള്ള സാധ്യത അല്ലെങ്കിൽ മത്സരം തന്നെയാണ് തമിഴ്നാട്ടിൽ നടക്കുന്നത് എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ഏതായാലും ഇനിയിപ്പോൾ മറ്റന്നാളാണ് പോളിംഗ് നടക്കുക. 234 മണ്ഡലങ്ങളാണ് തമിഴ്നാട്ടിലുള്ളത്. ഈ 234 മണ്ഡലങ്ങളിലേക്കും ശക്തമായ പോരാട്ടം തന്നെയാണ് നടക്കുന്നത്. ഏതായാലും അവസാന മണിക്കൂറുകളിലേക്ക് പ്രചാരണം എത്തുകയാണ്. ശരി, വ്യക്തമാണ്. ആന്റണി ജിസ്റ്റോർജാണ് വിവരങ്ങൾ നൽകിയത്.